മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. പി ബസന്തുണ്ട്. ബസന്ത്, അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു വിജ്ഞാപനം ഇറങ്ങുകയാണ്. BJPക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി ആ വിജ്ഞാപനം സംബന്ധിച്ച് പുറത്തേക്ക് വരുമ്പോഴുള്ള വാർത്തകൾ എന്താണ്? പ്രതീക്ഷ, ഇന്ന് വൈകിട്ട് പുതിയ സർക്കാർ മണിപ്പൂരിൽ സത്യപ്രതിജ്ഞ ചെയ്യും. വൈ കേംചന്ദ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അല്പസമയം മുമ്പ് ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗമാണ് വൈ കേംചന്ദ് സിംഗിനെ പുതിയ നേതാവായി തെരഞ്ഞെടുത്തത്. ഇന്ന് രാവിലെ ഗവർണറെ കണ്ട് ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. രണ്ട് ഉപമുഖ്യമന്ത്രിമാർ, ഒരു വനിതാ ഉപമുഖ്യമന്ത്രി അടക്കം 2 ഉപമുഖ്യമന്ത്രിമാർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണുള്ളത്. മണിപ്പൂരിൽ കലാപത്തെ തുടർന്നിട്ട് ബിരേൻ സിംഗിന്റെ സർക്കാർ രാജിവെച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ സർക്കാർ അധികാരത്തിലേറുന്നത്. രാഷ്ട്രപതി ഭരണം ഇന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുകയും പുതിയ സർക്കാരിന് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ള വിവരമാണുള്ളത്. ബസന്താണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക.